ഒരു ഉമ്മ ടൂർ പോയി. ആ സന്തോഷം ഉമ്മ കണ്ടെത്തിയത് ഈ മുസ്ലിയാർക്ക് തെറ്റായി തോന്നുന്നെങ്കിൽ ഈ മുസ്ലിയാർക്ക് മാനസിക നില തെറ്റിയെന്നും അദ്ദേഹത്തെ ചികിത്സിക്കേണ്ട സമയമായെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ഈ ലൈവിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മുടെ നാട്ടില്, അതായത് നമ്മുടെ കേരളത്തില് മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ എല്ലാ മതപണ്ഡിതന്മാരല്ല, ചില മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ചമഞ്ഞു നടക്കുന്ന, മതത്തെ വിറ്റ് കാശാക്കി അതിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്ന വിയർപ്പിന്റെ അസുഖമുള്ള കുറച്ച് ആളുകളുണ്ട്. മതപണ്ഡിതന്മാർ എന്ന് അവർ സ്വയം നാമകരണം ചാർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു തലപ്പാവും ശുഭ്രവസ്ത്രവും ധരിച്ചുകൊണ്ട് മാന്യതയുടെയും ഇസ്ലാമിന്റെ വക്താവ് എന്ന രീതിയിലും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇറങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ സദാചാര ബോധത്തെക്കുറിച്ചും ഇസ്ലാമിലെ സ്ത്രീകളെ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ചും വാദോരാതെ പ്രസംഗിക്കുന്ന ചില മതപണ്ഡിതന്മാർക്കുള്ള ഒരു വീഡിയോ ആണിത്. ചില മതപണ്ഡിതന്മാർക്ക്, എല്ലാവർക്കുമല്ല, അടിവരയിട്ട് പറയുന്നു, ചില മതപണ്ഡിതന്മാർക്കുള്ള ഒരു മറുപടി വീഡിയോ ആണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് താലിബാനിലൊന്നുമല്ല, ഇന്ത്യ രാജ്യത്തിലാണ്. ഇന്ത്യ രാജ്യത്തിലെ ഭരണഘടന എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ പൗരനും ആ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നമുക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മതവിശ്വാസം, നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ആഹാരം കഴിക്കണം, മതം വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ, അതോ ഒരു നിരീശ്വരവാദിയായി ജീവിക്കണോ എന്നും എല്ലാം, അത് എല്ലാ തരത്തിലുള്ള പരിരക്ഷയും നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്, ആ ഭരണഘടനയുടെ ബലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പല മതനേതാക്കന്മാരും, അത് എല്ലാ മതത്തിലും, അത് മുസ്ലിം മതത്തിലായിക്കോട്ടെ, ഹിന്ദു മതത്തിലായിക്കോട്ടെ, ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ, ജൈന, ജൂത, അങ്ങനെ എല്ലാം, ബുദ്ധ, എങ്ങനെ എല്ലാ മതത്തിലും, ഇന്ത്യയിലുള്ള എല്ലാ മതത്തിലും ജീവിക്കുന്ന ആളുകൾക്കും ആ നിയമം അവർക്ക് ആ ഒരു പരിരക്ഷ നൽകുന്നുണ്ട്. ആ പരിരക്ഷയുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ട്, ആ ഭരണഘടനയിൽ നമ്മൾക്ക് നൽകുന്ന പരിരക്ഷകളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ചില മതപണ്ഡിതന്മാർ നടത്തുന്ന പ്രസ്താവനകളുണ്ടല്ലോ, അത് നമ്മുടെ നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടുള്ള ചില പ്രസ്താവനകളാണ്. നോക്കൂ, ഇസ്ലാം മതത്തില് വിധവ എന്ന വാക്കിന് ഒരു പ്രത്യേക ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരു വിധവയെ വിവാഹം കഴിക്കണം, അവൾ വിധവയായി ഇരിക്കാൻ പാടില്ല. കാരണം ഒരു സ്ത്രീയുടെ വികാരങ്ങളും വിചാരങ്ങളെയും മാനിച്ചുകൊണ്ട്, അത്രത്തോളം ബഹുമാനം കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇസ്ലാമില് നല്ല രീതിയിൽ അടിവരയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവളെ പുനർവിവാഹം ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ അത് സ്വാഗതാർഹമായിട്ട് സ്വീകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. അങ്ങനെയുള്ള ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ 26 വർഷമായിട്ട്, ഒരു ഉമ്മ 26 വർഷമായിട്ട് പുനർവിവാഹം പോലും ചെയ്യാതെ സ്വന്തം കൈക്കുഞ്ഞിന് 6 മാസമുള്ളപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഉമ്മ, മക്കള് വലുതായി ആ മക്കളുടെ സന്തോഷത്തിൽ ഒരു ടൂർ പോയി. ആ ടൂർ പോയ വീഡിയോ കണ്ടിട്ട് ഒരു വൃത്തികെട്ട ജന്തു എന്ന് പറയാം, ഒരു മുസ്ലിം മതപണ്ഡിതൻ വൃത്തികെട്ട ജന്തു എന്ന് പറയാം, അവനൊക്കെ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. കാരണം സ്ത്രീത്വം എന്താണ്, സ്ത്രീ എന്താണ്, അമ്മ എന്താണ്, ഭാര്യ എന്താണ്, പെങ്ങളെന്താണ്, മകളെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നപുംസകം ആ ഉമ്മയെ പറഞ്ഞത് കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ മതത്തിൽ എന്താ സ്ത്രീകൾക്ക് ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? കാണിച്ചു തരാൻ പറ്റുമോ? സ്ത്രീകൾക്ക് കുറച്ച് നിയമാവലികൾ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണ്. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു മാർഗനിർദ്ദേശം, ഒരു മാർഗരേഖ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ ഭരണഘടന നമ്മൾക്ക് എന്ത് പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് കൂടി നോക്കണം. ഞാൻ എന്റെ ഭരണഘടനയാണ് ആദ്യം വിശ്വസിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ മതഗ്രന്ഥങ്ങളെ വിശ്വസിക്കുന്നുള്ളൂ. കാരണം എന്റെ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം എനിക്കില്ലെങ്കിൽ ആ മതത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് താലിബാൻ. നിങ്ങൾ നോക്കുക, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടിരുന്ന അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണത്തിൽ കയറിയ ശേഷം അവിടെ നടപ്പിലാക്കിയത് ഇസ്ലാമിൽ പറഞ്ഞതിലും വെച്ചും അധികമായിട്ടുള്ള മതനിയമങ്ങളെ കൊണ്ടൊന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അവിടെ മതം നടപ്പിലാക്കിയിരിക്കുന്നത്, മതനിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്
ജനാധിപത്യ രാജ്യമാണ്. എല്ലാ വിധത്തിലുള്ള മതങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും ഭരണഘടന നല്ല രീതിയിൽ ആ ഭരണഘടന പരിരക്ഷ നൽകുന്നുണ്ട്. ആ ഭരണഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ആ ഭരണഘടനയുടെ എല്ലാവിധ പരിരക്ഷയും ഏറ്റുവാങ്ങിക്കൊണ്ട് ചില നപുംസകങ്ങളായിട്ടുള്ള മതനേതാക്കന്മാരിരുന്നുകൊണ്ട് മതനിയമങ്ങളെ സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുക. സ്ത്രീകൾ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ടിട്ടുണ്ടോ, മുസ്ലിം സ്ത്രീകൾ മുഖം മറച്ചിട്ടുണ്ടോ, മുസ്ലിം സ്ത്രീകൾ നിസ്കരിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, ഇതൊക്കെ നോക്കാൻ വേണ്ടി നടക്കുന്ന സദാചാര വ്യാജ മത പോലീസുകളായിട്ട് ചമഞ്ഞു നടക്കുന്ന കുറെ വ്യാജന്മാരായിട്ടുള്ള മതപണ്ഡിതന്മാരുണ്ട്. ഇവന്മാരെയാണ് മുക്കാലിൽ കെട്ടിയടിക്കേണ്ടത്, മുക്കാലിൽ കെട്ടിയടിക്കണം. കാരണം അവൻ ജനിച്ചത് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നാണെന്നുള്ള അവൻ മനസ്സിലാക്കുന്നില്ല, അവൻ മറക്കുന്നു. ഒരു സ്ത്രീക്ക് പ്രസവിക്കാം, നിങ്ങൾ ആലോചിക്കും, ഒരു സ്ത്രീക്ക് പ്രസവിക്കാം. ആ പ്രസവിക്കുന്നത് ആൺകുഞ്ഞായിരിക്കും പെൺകുഞ്ഞായിരിക്കും. ആ പ്രസവിക്കുന്ന ആൺകുഞ്ഞിലുള്ള പരിരക്ഷ ആ സ്ത്രീ തന്നെ പ്രസവിച്ച പെൺകുഞ്ഞിനില്ല എന്ന് പറയുന്ന സമയത്ത് അത് എന്താണെന്നുള്ള ചിന്തിക്കാനുള്ള ചിന്താബോധമില്ലാത്ത മൂട്ടന്മാരായ മണ്ടന്മാരായ ഈ ചില മതപണ്ഡിതന്മാര് സമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് ഈ ജാതിയിലുള്ള വേട്ടാവിളിയന്മാരായിട്ടുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ മതത്തിലുള്ള ആളുകൾ തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ. പക്ഷെ ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് കേട്ടോ, ഒരു സല്യൂട്ട് കൊടുക്കണം. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ താഴെയിൽ വന്ന് പ്രതിഷേധിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള കാര്യം. അതെ, അത് നിന്നുകൊണ്ട് തന്നെയാണ് പ്രതിഷേധിക്കേണ്ടത്. കാരണം ആ അമ്മയ്ക്ക് എന്താ ജീവിക്കാനുള്ള അവകാശമില്ലേ? ആ അമ്മയ്ക്ക് ടൂർ പോകാൻ പറ്റില്ലേ? ആ അമ്മയ്ക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റില്ലേ? അല്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇവനാരാണ്? ഇവന് കേരളത്തിലെ മുസ്ലിം സമുദായം ചാർത്തി കൊടുത്തിട്ടുള്ള പട്ടം എന്താണ്? മുസ്ലിം സ്ത്രീകൾ, കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ അട്ടിപ്പേർ അവകാശം ഇവനാണോ എടുത്തിരിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ആ സ്ത്രീ ചെയ്ത കുറ്റം? ആ കുറ്റം എന്താന്നുള്ളത് ആ ചങ്ങാതി വ്യക്തമാക്കണം. ടൂർ പോയതോ? ആ ടൂർ പോയത് ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഈ കടന്നുകയറ്റം വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് റീൽസ് ചെയ്യുന്നതും വീഡിയോസ് ചെയ്യുന്നതിനും മുസ്ലിം സ്ത്രീകൾക്കുള്ള പങ്കെന്താന്നുള്ളത് ഇദ്ദേഹം കണ്ടിട്ടുണ്ടോ? ഈ മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ താലിബാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക്? ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ ചോദ്യങ്ങൾ ഉണ്ടായാൽ കൊടുക്കാൻ ഉത്തരം ഇവരുടെ ഭാഗത്തില്ല. അതാണ് സത്യം, യഥാർത്ഥ സത്യം അതാണ്. ചോദ്യങ്ങൾ ഉണ്ടായാൽ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനുള്ള അറിവ് കിട്ടിയിട്ടുള്ള ഈ പണ്ഡിതന്മാരിലൊക്കെ പണ്ടുകാലത്ത് ഈ നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ കണ്ടിട്ടുണ്ട്. കുട്ടികളെ ക്ലാസ്സിൽ എഴുതാൻ പഠിപ്പിച്ച് പുറത്ത് വന്നിട്ട് ഈ ഊള ബീഡിയും വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഉസ്താദന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇവർക്ക് എന്ത് അടിസ്ഥാന വർഗത്തിന് എന്ത് ബോധമുണ്ട്? എല്ലാവരുമല്ല, ഇന്നൊക്കെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഡോക്ടറേറ്റും മാസ്റ്ററേറ്റും നേടിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉസ്താദന്മാരായിട്ട്. പക്ഷെ പണ്ടത്തെ കുറെ ആളുകളുണ്ട്, ഇവരാണ് ഈ വിവരദോഷങ്ങൾ മുഴുവൻ. പുതിയ യുവത ഇത് പറയില്ല, കാരണം അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കേരളം. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ എത്ര IAS IPSകാർക്കും എത്ര ഡോക്ടറേറ്റ് കിട്ടിയ ആൾക്കാരുണ്ട്, എത്രമാത്രം വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതിയിൽ വന്ന് നിൽക്കുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികൾ. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അറിവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ്. അതില്ലാത്ത മണ്ടന്മാരായിട്ടുള്ള ഈ ചില മതപണ്ഡിതന്മാർ കടന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിന് ഈ മതത്തിന്റെ ആളുകൾ തന്നെയാണ് എതിർക്കേണ്ടത്, ഈ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എതിർക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? അല്ലാതെ അന്യമതത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് എതിർക്കില്ല. ആദ്യം നമ്മൾ സ്വയം ഒരു മതത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ള മതങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കണം. അവരെയും കൂടി നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. എന്നാലേ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമുണ്ട്. ഇന്ന് നോക്കൂ, സൗദി അറേബ്യയെ പോലുള്ള ഇസ്ലാമിക നിയമങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന രാജ്യങ്ങൾ പോലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഴയ സൗദി അറേബ്യ അല്ല. സൗദി അറേബ്യ ഇന്ന് നല്ല രീതിയിൽ ആതിഥേയരെ സ്വീകരിച്ച് ടൂറിസ്റ്റുകളെ സ്വീകരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് ലോകത്തിന്റെ മുമ്പിൽ നല്ല ഒരു ആതിഥ്യ മര്യാദ കാണിക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ ഒരുപാട് അവർ ഉൾക്കൊണ്ടുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിയ കാലഘട്ടത്തിലും ഇവിടെ നിന്നും പോലും ഉപേക്ഷിക്കുന്ന പല കാര്യങ്ങളെയും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ മതപണ്ഡിതന്മാരെ അടിച്ചേൽപ്പിക്കുന്നത്. മതത്തിന്റെ പേരും പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവര്. യഥാർത്ഥത്തിൽ ഇവരാണ് ഒറ്റപ്പെടുത്തേണ്ടത്. ജീവിക്കാൻ മതം അത്യാവശ്യമൊന്നുമല്ല, വിശ്വാസത്തിന് മാത്രമാണ് മതം അത്യാവശ്യമായിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ട്? ജീവിക്കാൻ മതമല്ല അത്യാവശ്യം, ജീവിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന സാഹചര്യങ്ങളുമാണ് ആവശ്യം. വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊന്നുള്ളതാണ് മതം. ആ മതത്തില് സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആ മതം പഠിപ്പിക്കുമ്പോൾ തന്നെ അത് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവരതിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. 5 നേരം നിസ്കരിച്ചുകൊണ്ടും 5 നേരം പടച്ചവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളില്ലേ?
അല്ല ഈ മതപണ്ഡിതന്മാർക്ക് എന്താ ഭ്രാന്താണ് ഇവന്മാർക്ക്? സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, എവിടെ ടൂർ പോകുന്നു? എന്താ മുസ്ലിം സ്ത്രീകൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പരിരക്ഷ കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. ഒരു വിധവയാണെങ്കിൽ ആ വിധവയെ കല്യാണം കഴിക്കണമെന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ വിവാഹമോചിതയായി കഴിഞ്ഞാൽ അവളെ അടുത്ത ഒരാൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം പരിപോഷിപ്പിക്കുന്നുണ്ട്. കാരണം ആ സ്ത്രീ വഴിതെറ്റാതിരിക്കാൻ ഒരു പുരുഷന്റെ സാമീപ്യം അല്ലെങ്കിൽ ഒരു പുരുഷന്റെ തണല് അത്യാവശ്യമാണെന്ന് ഇസ്ലാം മതം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. മനസ്സിലായിട്ടില്ല? അത്രയും മാന്യമായിട്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമുള്ള ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഇവനെ പോലുള്ള ചില മതപണ്ഡിതന്മാർ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളും ഊളത്തരങ്ങളും ഇസ്ലാം മത വിശ്വാസികളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ എതിർക്കേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത് ഈ മതപ്രസംഗ പരമ്പര എന്ന് പറഞ്ഞൊരു പരമ്പരയുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ നോക്കിയോ, ഈ പള്ളികൾക്ക് സാമ്പത്തികമായിട്ട് പൈസയ്ക്ക് ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഒരു മതപ്രസംഗ പരമ്പര കൊണ്ടുവന്ന് വെക്കുക. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പടച്ചവന്റെ മുമ്പിൽ നിന്ന് കരച്ചിലും പിടിച്ചിട്ട് ഈ വരുന്ന ഉസ്താക്കന്മാരുണ്ടല്ലോ, ഈ റസൂല് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? റസൂൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബയാൻ ചെയ്യുന്നവൻ, ബയാൻ അതായത് മതം പ്രചരിപ്പിക്കുന്നവനോ മതം പ്രസംഗിക്കുന്നവനോ ₹1 ഒരു ഹലാല പ്രതിഫലം വാങ്ങിച്ചാൽ അവൻ എന്നിലോ എന്റെ സമുദായത്തിലെ പെട്ടവനല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എത്ര മത പണ്ഡിതന്മാർ കാശ് മേടിച്ചിട്ട് മതപ്രസംഗം നടത്തുന്നുണ്ട്? ഇവന്മാർ വന്നു കഴിഞ്ഞാൽ വലിയ ലക്ഷറി ഹോട്ടലിൽ താമസ സൗകര്യം വേണം, യാത്രാ സൗകര്യം വേണം, 3 നേരം വെട്ടി വിഴുങ്ങാൻ അടിപൊളി ആഹാരം വേണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം കഴിഞ്ഞ് പോണ സമയത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുക്കണം. ഇവര് യഥാർത്ഥത്തിൽ മതപണ്ഡിതന്മാരാണോ? ജീവിക്കാനുള്ള മാർഗമാണ് ഇവരുടെ. അതിന് ആളെ കൂട്ടണമെങ്കിൽ കുറെ നാടകം കളിക്കണം അവർക്ക്. മനസ്സിലായിട്ടുണ്ടോ? ജീവിക്കണമെങ്കിൽ ഇവർക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടല്ലേ, ചൂട് തുടങ്ങി, വേർക്കാൻ തുടങ്ങി അല്ലേ? ഈ വേർപ്പിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പോലെയല്ല. 3 നേരം ആരാന്റെ വീട്ടിലെ ആഹാരം തൊണ്ട മിഴുങ്ങിയിട്ട് അവനുണ്ടാകുന്ന വിചാരങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചത്ത് പോലും കാണിക്കാൻ മടിക്കാത്ത ചില മതപണ്ഡിതന്മാരുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കോഴിക്കോട് ഭാഗത്ത് ഒരു ചെറുപ്പക്കാരനെ മതപഠന കേന്ദ്രത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അറസ്റ്റിലായത്. എത്ര പേര് അറസ്റ്റിലായിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇവർ ഇത് മാത്രം ചെയ്യുന്നു? ഇതാരും ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കഴപ്പെന്ന് പറയുക പച്ച മലയാളത്തിൽ. മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് യഥാർത്ഥം ഞാൻ പറഞ്ഞത്. ഈ മതപ്രസംഗം എന്നുള്ള പരമ്പര വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയോ? നെഞ്ചത്തടിക്കലും നിലവിളിക്കലാണ്. ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഞാൻ ചോദിക്കുകയാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഇടനിലക്കാരന്റെ ആവശ്യമുണ്ടോ? ബ്രോക്കറിന് സ്ഥലക്കച്ചവടം ചെയ്യുമ്പോഴുള്ള ബ്രോക്കറിന്റെ ആവശ്യമുണ്ടോ? ഇവിടെയൊന്നുമില്ല കേട്ടോ. ഇവിടെ പള്ളിയിലൊക്കെ വരുന്നു, അവർ നിസ്കരിക്കുന്നു, അവർ പോകുന്നു, കഴിഞ്ഞ പരിപാടി. ഇവിടെ ഈ പരിപാടി നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലാണ് ഇല്ലാത്ത പല സംഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ പേരിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു കച്ചവടച്ചരക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ആ വല്യമ്മനെ പറഞ്ഞതിലൂടെ അയാൾ കുറെ തെറി കേട്ടെങ്കിലും ആൾക്കാർ അയാളെ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ന് അതാണ് ആവശ്യം. മനസ്സിലായിട്ടുണ്ടോ? അല്ലാതെ ഈ യഥാർത്ഥത്തിൽ മതത്തെക്കുറിച്ച് ഈ മതത്തിൽ എല്ലാ മതത്തിലും പറയുന്നതെല്ലാം സമാധാനവും സന്തോഷവും പറഞ്ഞിരുന്നത് അല്ലേ? എല്ലാ മതത്തിലും എന്താ പറഞ്ഞിരിക്കുന്നത്? സമാധാനവും സന്തോഷവും. ഈ സന്തോഷം കണ്ടെത്തിയതാണ് ആ ഉമ്മ ചെയ്ത തെറ്റ്. ആ ഉമ്മ ചെയ്ത തെറ്റ് അതാണോ? സന്തോഷം കണ്ടെത്തിയണോ? അപ്പോൾ അത് മതനിയമം. അതാണ് ആ ഉമ്മ പറഞ്ഞ ഒരു ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തൊരു ബൈറ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കി കേട്ടോ. റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തൊരു ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ സ്ത്രീകളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഗതികേടിലേക്ക് ഇവന്മാരെ ഈ മതത്തെ എത്തിച്ചതാരാ? ഇതെന്ന് കേട്ടു നോക്കൂ. ഇനിയുള്ള കാലം ആലോചിച്ചാൽ നടക്കൂല. ഇവരിങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. അതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്യാതെ വിടാ ചെയ്യണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഖുർആന്റേതോ ഇസ്ലാമിന്റേതോ ഒന്നും പ്രശ്നമല്ല. മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നത്. ഭരണഘടനാ വിരുദ്ധമാണ് നടത്തുന്നത്. ഖുർആൻ വിരുദ്ധമാണ് നടത്തുന്നത്. അല്ലാതെ ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങളൊന്നല്ല പറഞ്ഞത്. ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ പൂർണ്ണമായി പാലിക്കുന്നവരാണ് ഇവരൊക്കെ. അതും കൂടി പറയട്ടെ, ഇവരൊക്കെ പൂർണ്ണമായി പാലിക്കപ്പെടുന്നുണ്ടോ? ഇതൊക്കെ ഇത് പ്രത്യേകമായിട്ട് മുസ്ലിം സ്ത്രീകളെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഏത് വഴിക്ക് പോകുന്നുണ്ട്, ഇതും തെരഞ്ഞു നടക്കല ഇവരെ പരിപാടി. ഇവർക്കെല്ലാം പോയിട്ട് ഖുർആന്റെ ഓതി പള്ളിയിൽ ഇരുന്നൂടെ? ഇത് തെരഞ്ഞെടുക്കുന്ന കാരണം നേരം കൊണ്ട് സ്ത്രീകൾ എങ്ങോട്ട് പോകുന്നുണ്ട്, സ്ത്രീകൾ വറുതെടുന്നുണ്ടോ, സ്ത്രീകളെ തട്ടെടുന്നുണ്ടോ, സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നുണ്ടോ, പിന്നെ ഭർത്താക്കന്മാരെ മരിച്ച ഭാര്യമാരിങ്ങനെ സുഖിക്കാൻ പോകുന്നുണ്ടോ? എന്താണിത്? നന്നായി ആഘോഷിക്കണം എന്നാ ഞാൻ പറയുന്നത്. ഭർത്താവ് മരണപ്പെട്ടാൽ അവര് വീട്ടിലിരുന്ന് കരഞ്ഞിരിക്കേണ്ടവരല്ല. അവര് ജീവിതം ആസ്വദിക്കണം, ജീവിതം ആഘോഷിക്കണം, എല്ലാ സ്ഥലത്തും പോകുകയും വരികയൊക്കെ ചെയ്യണം. അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. ഒരു ഇസ്ലാമും അതിൽ പറഞ്ഞിട്ടില്ല തടസ്സം. അങ്ങനെയാണെങ്കിൽ മക്കത്തൊക്കെ പോകാൻ പറ്റും ആളുകൾക്ക്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല. അങ്ങനെ ആരാധനാ സ്വാതന്ത്ര്യം തിരെ പറയുന്നുണ്ട്. ഒരുമിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ബസ്സുകളിലൊക്കെ എങ്ങനെയാ ഇരിക്കുന്നത്?
സ്റ്റേറ്റ് ബസ്സുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം, അത് കാണുമ്പോൾ ഇടകലർന്നിട്ടാണ് ഉണ്ടാവുക. അവിടെ എന്താ ഭൂകമ്പം സംഭവിക്കുന്നുണ്ടോ? അപ്പൊ അതാണ് ഇത് പറയിപ്പിക്കേണ്ട ഗതികേടിലേക്ക് ഇവനൊക്കെ എത്തിയില്ലേ. സ്ത്രീകളെ ഇതുപോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട്, അത് മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്ന് പ്രതികരിക്കേണ്ട ഗതികേടിലേക്ക് ഈ മതത്തെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഈ മതത്തിന്റെ വിശ്വാസത്തെ കൊണ്ടുവന്ന് എത്തിച്ചത് ഇവനെ പോലുള്ള ഈ നപുംസകങ്ങളല്ലേ. അല്ലേ? സ്ത്രീ എന്താ അടച്ചുപൂട്ടി വീടിനുള്ളിൽ ഇരിക്കേണ്ടവളാണോ? പണ്ട് ഹിന്ദുമതത്തിലെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചിതയിൽ ചാടി മരിക്കണമെന്നുള്ളൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തെ മാറ്റി എഴുതിയില്ല മതം. അവര് മാറിയില്ലേ? ഇവന്മാരെന്തുകൊണ്ട് മാറുന്നില്ല? അതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് ഇവന്മാർ മാറുന്നില്ല? എന്തുകൊണ്ടാണ് ഇവര് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മതനിയമങ്ങളെയും പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള മനുഷ്യന്മാരുടെ സമാധാന ജീവിതവും സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നത്? വിശ്വാസം വേണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് പ്രാർത്ഥിക്കുക, ദൈവത്തിന് വഴിപ്പെട്ട് നടക്കുക. അതാണ് ഒരു മതവിശ്വാസി ചെയ്യേണ്ടത്. ഇവൻ വലിയ പണ്ഡിതനാണെങ്കിൽ ഈ ഉമ്മ പറഞ്ഞ പോലെ ഖുർആൻ ഓതിക്കൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ? നാട്ടിലുള്ളവരെ മുഴുവൻ നന്നാക്കാൻ ഇയാളുടെ പ്രവാചകത്തിന്റെ അടിസ്ഥാന വിത്ത് ഇയാൾക്ക് ബായി കൊടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല. നാട്ടിൽ പല മതപണ്ഡിതന്മാരും വന്ന് മതപ്രസംഗം ചെയ്തിട്ട്, ഈ മതപ്രസംഗം ചെയ്യുമ്പോൾ സ്ത്രീകൾ മുമ്പിലിരിക്കുമ്പോൾ ഇവർ പറയുന്ന പകുതി മുക്കാൽ സെക്സാണ്. നിങ്ങൾ ഏതെടുത്ത് വേണമെങ്കിൽ നോക്കിയോ. ഒരു സ്ത്രീയും പുരുഷനും എങ്ങനെ ബന്ധപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പരസ്യമായിട്ട് സ്ത്രീയും പുരുഷനും ഇരിക്കുന്ന വേദിയിലിരുന്ന് പറയുക. ഇവർക്ക് ഇതൊക്കെ പറഞ്ഞ് കയ്യടി നേടണം. ഇവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ മറ്റുള്ളവർ മുമ്പിൽ പറഞ്ഞു തീർക്കണം. മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം എങ്ങനെയാണ്, മതത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ, അതിനനുസരിച്ച് 100% ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു 70% നീതി പുലർത്തിയാൽ മതി. ദൈവത്തിനടുത്തുള്ള പ്രാർത്ഥന, ദൈവമാണ് ഈ പ്രാർത്ഥിക്കുന്നവനിക്ക് നീ എന്താവണം ഏതാവണം എന്നുള്ളത് ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ അദ്ദേഹമാണത് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇവന്മാരാണോ ഇതിന് മറ്റേ അട്ടിപ്പേർ അവകാശം എടുത്തിരിക്കുന്നത്? മതത്തിൽ എങ്ങനെയൊക്കെ ചെയ്തില്ല ഇങ്ങനെയൊക്കെ ശിക്ഷ കിട്ടുമെന്ന് പറയാൻ ഇവന്മാർക്ക് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഇവർക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല. മതത്തിന്റെ ഭരണഘടന മാത്രമാണ് ഇവർ വിശ്വസിക്കുന്നില്ല. ഇവർ ഭരണഘടന വിശ്വസിക്കാത്തത് അങ്ങനെയാണെങ്കിൽ ഇവർ രാജ്യദ്രോഹികളല്ലേ? അല്ലേ? അല്ല, എനിക്കറിയില്ല. എന്റെ സംശയങ്ങളാണിത്. നമുക്ക് നമ്മുടെ നാടിൽ നമുക്ക് ജീവിക്കാനുള്ള, ഞാനിപ്പോ ഈ ഗൾഫ് രാജ്യത്ത് ജീവിക്കും, ഈ മതത്തിന്റെ നിയമങ്ങൾക്ക്, ഇവിടുത്തെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ഞാൻ നടന്നാലേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ നാടിന്റെ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സ്ത്രീകളെ എവിടെ അടച്ചുപൂട്ടിയിടണമെന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞില്ല. സ്ത്രീകൾക്ക് സമത്വം കൊടുക്കണം പറയുന്നത്. ഇപ്പൊ 35% സംവരണം കൊടുക്കാൻ കൊടുത്തിരിക്കുകയല്ലേ. അങ്ങനെയുള്ള സമയത്താണ് ഈ മതനിയമങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, മുസ്ലിം സ്ത്രീകൾ എവിടെ പോകുന്നു, മുസ്ലിം സ്ത്രീകളെ പ്രതിയുണ്ടോ, മുസ്ലിം സ്ത്രീകളെ തട്ടുകൊടുണ്ടോ, മുസ്ലിം സ്ത്രീകൾ അങ്ങനെ ചെയ്യണ്ടോ, ഇങ്ങനെ ചെയ്യണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, നോമ്പെടുക്കണ്ടോ, ഇതൊക്കെ അന്വേഷിക്കാൻ മാത്രം ഇവന്മാർക്ക് ആരാണ് ഈ അട്ടിപ്പാറ അവകാശം കൊടുത്തിരിക്കുന്നത്? ആരാ കൊടുത്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് ഇവരുടെ മുഖത്ത് അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയതിന്റെ ഫലമാണല്ലോ ഇപ്പൊ ഈ ഉമ്മ പറഞ്ഞത്. ഈ 10-70 വയസ്സായ ഉമ്മയെ കൊണ്ട് ഇവൻ പറയിപ്പിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ പല്ലിന്റെ ഇടയിൽ കുത്തിട്ട് അവൻ തന്നെ നാറ്റിക്കുകയല്ലേ ചെയ്തത്. ഏക്കം കൊടുത്ത് കൊരവാങ്ങുകയല്ലേ ചെയ്തത്. അല്ലേ? അപ്പൊ പൊത്തിക്കൊണ്ടിരുന്നാ പോരെ? അവനവന്റെ കാര്യം നോക്കിയിട്ട് നാട്ടിലുള്ളവരെ മുഴുവൻ നന്നാക്കാൻ നടക്കാനുള്ള അട്ടിപ്പറാവകാശം ഇങ്ങേർക്ക് ആരാ കൊടുത്തിരിക്കുന്നത്? കുറെ ആളുകളുണ്ട് ഇതുപോലെ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാര്. ഈ വീഡിയോ ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് അന്യമതങ്ങളെ കുറ്റം പറയുക, അന്യമതക്കാരുടെ കൂടെ സംസാരിക്കാൻ പാടില്ല, അന്യമതക്കാരുടെ ഉത്സവങ്ങൾ പങ്കെടുക്കാൻ പാടില്ല, ഓണം ആഘോഷിക്കാൻ പറ്റില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല, എല്ലാ തൊട്ടിത്തരം ഉമ്മമാർക്ക് ചെയ്യാം. പിച്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടില്ല. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ പോലും വെറുതെ വിടാത്തവന്മാരാണ് ചിലവന്മാർ ഇതിനകത്ത്. മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് മതനിയമത്തെ കുറിച്ചിട്ട് ഇവര് വാതോരാതെ പ്രസംഗിക്കുകയാണ്. ഈ ഉമ്മ പറഞ്ഞ പോലെ ഇവന്മാര് മതം പണ്ഡിതന്മാരാണ്. ഈ വീട്ടിലിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ പോരെ? എന്തിനാ മറ്റുള്ള സ്ത്രീകൾ എങ്ങോട്ട് പോകുന്നു, മറ്റുള്ള സ്ത്രീകൾ ടൂർ പോകുന്നുണ്ടോ? ഞാൻ അതാ പറഞ്ഞത്. നമ്മുടെ മതങ്ങൾ, എല്ലാ മതങ്ങളും, ഇപ്പൊ ഹിന്ദു മതമായിക്കോട്ടെ, മുസ്ലിം മതമായിക്കോട്ടെ, ക്രിസ്ത്യൻ മതം, ജൈനമതം, ജൂതമതം, ബുദ്ധമതം എല്ലാം പറയുന്നത് എന്തിനാ? സമാധാനവും സന്തോഷവും. ആ സന്തോഷം കണ്ടെത്തിയാണ് തെറ്റിയത്. ആണോ? ഒരു ഇസ്ലാം മതത്തെ ഒരു സ്ത്രീ വ്യഭിചാരിയാണെന്ന് പറയണമെങ്കിൽ 2 സാക്ഷികൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ആലോചിക്കണം. അങ്ങനെയുള്ള സ്ഥാനത്താണ് ഇവനെ പോലുള്ള ഊളകൾ വന്നിട്ട് സ്ത്രീ ടൂർ പോയതിനെ കുറിച്ചിട്ടും സ്ത്രീ വേറെ വല്ലതിനും പോയതിനെ കുറിച്ചിട്ടും അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തിട്ട് സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുന്നത്. ഇവനെയൊക്കെ പൊതുജനങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. സത്യം പറഞ്ഞ ഇതുപോലുള്ള വിഡ്ഢിത്തരം പറയുന്ന മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യാജ മതപണ്ഡിതന്മാരെ പൊതുജനങ്ങൾ, ആ വിശ്വാസത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പിടിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ കൈകാര്യം ചെയ്ത്. പിന്നെ പറയില്ല ഇവന്മാരെ പോലെ 4 സ്ഥലത്ത് 4 പൊട്ടിക്കരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയില്ല. ഇവരെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇസ്ലാം മതത്തിന്റെ മൊത്തം അട്ടിപ്പേറാവകാശം കേരളത്തിലുള്ള സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള അട്ടിപ്പേറാവകാശം പറയാൻ ഇവന്മാരെ ആരും ഏൽപ്പിച്ചില്ല. ഇവന്മാരുടെ കുടുംബത്തിലെ ഭാര്യയും മക്കളെയും പേരക്കുട്ടികളുടെ കാര്യം നോക്കിയാൽ മതി.
കേരളത്തിലെ സകല മുസ്ലിം സ്ത്രീകളുടെയും കാര്യങ്ങൾ നോക്കാൻ ഇവന്മാരെ ആരും അട്ടിപ്പേറവകാശം ഏൽപ്പിച്ചിട്ടില്ല. ഇത് താലിബാനല്ല കേരളം, താലിബാൻ ഭരിക്കുന്ന കേരളമല്ല കേരളം. മനസ്സിലായിട്ടുണ്ടോ? എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടനാ സംരക്ഷണങ്ങളും പേറിക്കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് മതവും മത നിയമങ്ങളും. മനസ്സിലായിട്ടുണ്ടോ? സ്ത്രീകൾക്ക് അവകാശങ്ങളില്ല പോലും, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല പോലും, സ്ത്രീകൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് സിനിമ കാണാൻ പറ്റില്ല, പാട്ട് പാടാൻ പറ്റില്ല. ഇതെന്താ ഇത്? ഇതേ കടുത്ത മതനിയമങ്ങളുടെ രാജ്യങ്ങൾ പോലും അവരുടെ നിയമങ്ങളിൽ അയവ് വരുത്തിക്കൊണ്ട് അവരുടെ പ്രജകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് കുത്തിവെച്ചുണ്ടാക്കേണ്ട ഒന്നല്ല വിശ്വാസം. യഥാർത്ഥത്തില് അവനവന്റെ ഉള്ളിലുണ്ടാകുന്ന ഒന്നാണ്. എനിക്ക് മതവിശ്വാസം ഇല്ലെങ്കിൽ അത് എന്റെ വിശ്വാസമാണത്. എനിക്ക് ദൈവമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെന്റെ വിശ്വാസമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരുത്തനിക്കും അവകാശമില്ല. അത് ഏത് വലിയ മറ്റവനാണെങ്കിൽ അവനിക്ക് അവകാശം. അത് എന്റെ വിശ്വാസം എന്റെ മനസ്സിന്റെ ഉള്ളിലാണുള്ളത്. അത് ചോദ്യം ചെയ്യാൻ ഒരുത്തനും അവകാശമില്ല. അത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തില് ഇവൻ കാളവണ്ടി യുഗത്തില്, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മതനിയമങ്ങളെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവൻ വന്ന് മുസ്ലിം സ്ത്രീകളുടെ പരിരക്ഷയെക്കുറിച്ചും അവരുടെ സംരക്ഷണത്തെക്കുറിച്ചും വായുതോരാതെ സംസാരിക്കുന്നത്. ഇസ്ലാം മതം സ്ത്രീകൾക്ക് സംരക്ഷണം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നല്ല രീതിയിലുള്ള സംരക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വിധവയായ സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പുണ്യമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. അല്ലാതെ ഒരു സ്ത്രീ ടൂർ പോയി കഴിഞ്ഞാൽ അത് മറ്റേ രീതിക്ക് പോകുന്നതിനെ ആയിട്ട് കണക്കാക്കാനൊന്നും ഇസ്ലാം മതം പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ പറയാനുള്ള അട്ടിപ്പേർ അവകാശം കേരളത്തിലെ ഒരു മത പണ്ഡിതന്മാർക്ക് കൊടുത്തിട്ടില്ല, ആരും തീരെ എഴുതി കൊടുത്തിട്ടില്ല. അട്ടിപ്പേർ അവകാശം ആർക്കും കൊടുത്തിട്ടില്ല. ഈ പറയണവന്മാർ അവനവന്റെ കുടുംബത്തിലുള്ള ഭാര്യയും മക്കളെയും പേരമക്കളുടെ മക്കളെയും കാര്യം മാത്രം നോക്കിയാൽ നാട്ടുകാരുടെ മൊത്തം കാര്യം നോക്കിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കരണം പോകും. മനസ്സിലായിട്ടുണ്ടോ? മറ്റുള്ള അന്യ സ്ത്രീകളെ കുറിച്ച് ഇതേപോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആണായിപ്പെട്ട മക്കളുണ്ട് പറഞ്ഞ് പിടിച്ചു നിർത്തി ചെവിട്ടടിച്ച് പൊട്ടിക്കും. മനസ്സിലായിട്ടുണ്ടോ? മതനിയമം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിലാണ്. അത് മറ്റുള്ളവൻ കുത്തി പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരു രീതിയിലുള്ള അവകാശവും ഇവന്മാർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? പടച്ചവനും നിസ്കരിക്കാൻ പറയുന്ന പടച്ചവൻ നിസ്കരിക്ക്, പ്രാർത്ഥിക്കുന്ന ഈ മതത്തിന്റെ പടച്ചവന്റെ വഴിയിൽ നടന്നില്ലെങ്കിൽ എന്ത് ശിക്ഷ നടക്കുന്ന അവനാണ് തീരുമാനിക്കുന്നത്. ഈ ഇടയിൽ നിൽക്കുന്ന ഊളകൾക്കാർക്കും അധികാരം കൊടുത്തിട്ടില്ല പടച്ചവൻ, കൊടുത്തിട്ടില്ല. ഇവന്മാർക്ക് ആർക്കും പറയണ്ട നീ നിസ്കരിച്ചില്ലെങ്കിൽ നിന്നെ ശിക്ഷ കിട്ടുമെന്ന് പടച്ചവൻ പറഞ്ഞിട്ടില്ല. നീ അങ്ങനെ പറയുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ കാണിച്ചു തരാൻ പറ്റില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അത് അവരും തമ്മിലായി, പടച്ചവൻ അവരും തമ്മിലായി. ഇവന്മാരാരാ മറ്റേ ചട്ടം കെട്ടാൻ, ഇങ്ങനെ ചെയ്തില്ല ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചെയ്തില്ല ഇങ്ങനെ സംഭവിക്കുന്ന പറയും ഇവന്മാരാരാ? ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിനാണ് ഒരു സമുദായം, അവിടെ ഒരു മഹല്ലവും അല്ലെങ്കിൽ അവിടെ ഒരു സമുദായ കമ്മിറ്റി, ഏത് മതത്തിന്റെ ആണെങ്കിലും ഒരു അമ്പലത്തിലൊരു പൂജാരിനെ വയ്ക്കുന്ന, ഒരു പള്ളിനെയും വയ്ക്കുന്ന ഒരു സമുദായത്തിന്റെ കെട്ടുറപ്പിനും അവിടെ നടക്കുന്ന നല്ല ചീത്ത കാര്യങ്ങൾക്കും സമുദായത്തിലെ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മഹല്ലത്തിലും ഓരോ ഉസ്താക്കന്മാരിനും ഒരു അമ്പലത്തിലെ കമ്മിറ്റിയിൽ ഒരു മതപണ്ഡിതനെയൊക്കെ വയ്ക്കുന്നതിന്റെ അവരുടെ നേരെ മാർഗം ഒരു ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ആ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ, വിശ്വാസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാനാണ്. അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ആവുന്നെന്നും പറയാനുള്ള അധികാരമൊന്നും ആർക്കും അവർക്ക് കൊടുത്തിട്ടില്ല. ഒരു സമുദായത്തിന്റെ കെട്ടുറപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളുടെ പരിധി ആ മഹല്ലത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഒരു പരിശീല് ഉള്ള സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ ജീവിക്കണം എന്ന് പറയാനുള്ള ഒരു മത നേതാക്കന്മാർക്ക് അധികാരം ആരും കൊടുത്തിട്ടൊന്നുമില്ല. ജനങ്ങൾ കൈകാര്യം ചെയ്യും. എത്രയോ സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തമായി അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട്, ഇന്ന് എല്ലാ മത നേതാക്കന്മാർക്കും ഒരു തോന്നലുണ്ട് ഞങ്ങളാണ് ഈ മതത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെന്ന്, ഏറ്റവും വലിയ മണ്ടന്മാരെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ മണ്ടന്മാർ. കാരണം അറിവ് നേടി എന്ന് ചിന്തിച്ച് നടക്കുന്നവരുണ്ടല്ലോ, അവനാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ. അറിവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന ഘടകം മാത്രമാണ് അറിവ്. മനസ്സിലായി? ഈ അറിവ് ഞാൻ വലിയ പണ്ഡിതനാണെന്നുള്ള തോന്നൽ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ സീറോ ആണ്. നോക്കിയിട്ടുണ്ട്, ചിലർ പഠിച്ച് ഭ്രാന്തായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ചില ആൾക്കാർ ഭയങ്കര പഠിപ്പിസ്റ്റായിരിക്കും, എന്തിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് ഭയങ്കര, പക്ഷെ അവർ ഭ്രാന്തന്മാരായിരിക്കും. മാനസിക നില തെറ്റിയിട്ടുണ്ടാവും. ആവശ്യത്തിനുള്ള അറിവ് വേണം, ജീവിക്കാനുള്ള അറിവ്. ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടേണ്ട അറിവ് അതിനുവേണ്ടി പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ നോക്കിക്കോളും. നമ്മളിരുന്ന് റോക്കറ്റ് വിടേണ്ട കാര്യമില്ല, വേണോ? അതിന്റെ ആവശ്യമില്ല. നമ്മള് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കാരണം അത് നമ്മുടെ ചിന്തയിലുള്ളതല്ല. അത് പഠിച്ച ആൾക്കാർക്ക്, അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് അതിന്റെ ചിന്തയിലുണ്ടാവും, അപ്പം ഉണ്ടാവുള്ളൂ. അപ്പം മതം എന്തിനാണ്? നമ്മുടെ വിശ്വാസത്തിനാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. അടുത്ത വീട്ടിലെ മുസ്ലിയാർ വന്നിട്ട് നീ ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ കരണടിച്ച് പോയിക്കണം. അവനവനിക്ക് ജീവിക്കാനുള്ള ബോധം അവനവനിക്കുണ്ട്. ഒരു ഉമ്മ ടൂർ പോയി,
ഞാൻ അതാ പറയണത്. മതം പറയണത് സന്തോഷവും സമാധാനവുമാണ് മതം പ്രദാനം ചെയ്യുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളും അവസാനം എത്തിച്ചേരുന്നത് സമാധാനത്തിലും സന്തോഷത്തിലുമാണ്. ആ സന്തോഷം ഉമ്മ കണ്ടെത്തിയത് ഈ മുസ്ലിയാർക്ക് തെറ്റായി തോന്നുന്നെങ്കിൽ ഈ മുസ്ലിയാർക്ക് മാനസിക നില തെറ്റിയെന്നും അദ്ദേഹത്തെ ചികിത്സിക്കേണ്ട സമയമായെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. ആ ഉമ്മ ഇപ്പൊ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് ഞാൻ എങ്ങനെ ജീവിക്കണം ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം സ്ത്രീ എത്തിച്ചതിനുള്ള എല്ലാവിധ ക്രെഡിറ്റ് ഈ ചങ്ങാതിക്ക് തന്നെയാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇവനക്ക് ചെയ്യേണ്ടത് ഇവന്റെ ഭാര്യ, ഇവന്റെ മക്കൾ, ഇവന്റെ പേരമക്കളുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കാനുള്ള അധികാരം മാത്രം ഇങ്ങേരിക്കുള്ളൂ. ഈ മതപണ്ഡിതൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ മതം പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിം സ്ത്രീ വിധവയായി കഴിഞ്ഞാൽ അവരെ പുനർവിവാഹം ചെയ്താൽ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു പുണ്യപ്രവൃത്തിയാണത്. അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ 26 വർഷം ഒരു ഭർത്താവില്ലാതെ സ്വന്തം കുഞ്ഞ് 6 മാസം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി ആ മക്കൾ വലുതാക്കിയപ്പോൾ ആ മക്കൾ നൊന്ത് പെറ്റ ആ ഉമ്മാനെ ഒരു സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടൂർ കൊണ്ടുപോയത് തെറ്റാണോ? നിങ്ങളൊന്ന് ആലോചിക്കുക. തെറ്റാണോ അത്? പിന്നെ എന്താണ് ഈ സമൂഹത്തിൽ സ്ത്രീകൾ താലിബാനെ പോലെ 6 വയസ്സ് മുതൽ പഠനം വേണ്ട വീട്ടിൽ നിർത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവിടെ നിയമം ഇറക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഇറക്കിയെന്നറിയോ? ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യങ്ങളുണ്ടായ ഉത്തരം പറയാനുള്ള മറുപടി പറയാനുള്ള ബുദ്ധി ഇവന്മാർക്കില്ല. അതാണ് സത്യം. മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നവർക്ക് കുറച്ച് മതകാര്യങ്ങൾ അറിയാന്നല്ലാതെ സാമൂഹ്യ ബോധം എന്ന് പറയുന്ന അവർക്കില്ല. സാമൂഹ്യ ബോധം അറിയുന്ന മതപണ്ഡിതന്മാർ, നല്ല മതപണ്ഡിതന്മാരുടെ കേരളത്തിൽ അവരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രോമാഞ്ചം വരും. അത് മറ്റുള്ള മതങ്ങളെക്കുറിച്ച് പറയുകയോ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്നില്ല. എല്ലാ മതത്തെക്കുറിച്ചും പഠിച്ച് ആ മതത്തിന്റെ എല്ലാവിധ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് നമുക്ക് മതപ്രസംഗം നടത്തി തരുവര്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള മതക്കാരെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് പോലും അവർ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ഇവനെപ്പോലുള്ള ഊളകള് സമൂഹത്തിന് മുമ്പിൽ വന്നിരുന്നിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? തട്ടമിടുന്നുണ്ടോ? മൂത്രമൊഴിച്ച കഴുകുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ തൂറിയ ചന്തി കഴുകുന്നുണ്ടോ? അവര് ടൂറ് പോകുന്നുണ്ടോ? അവരങ്ങനെ പോണ്ട്? ഇതെല്ലാം അന്വേഷിക്കേണ്ടത് മതപണ്ഡിതന്മാര്. മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ ഈ പറഞ്ഞ മതപണ്ഡിതന്മാര് മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇവിടെ ഈ കേരളത്തിൽ എന്ത് ചെയ്തു? ഇവരുണ്ടാക്കി കൊടുക്കുന്ന 3 നേരത്തെ ആഹാരത്തെ അണ്ണാക്കിൽ മുട്ടാണ്ട് മുഴുങ്ങിയത് അവർ ചെയ്ത സാമൂഹ്യ നന്മ ആണോ? 3 നേരം ഓരോ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കേണ്ട അണ്ണാക്കിൽ മുട്ടാണ്ട് മുഴുങ്ങിയതാണ് അവർ ചെയ്ത സാമൂഹ്യ നന്മ. ഇവരെന്ത് സമൂഹ നന്മയാണ് ഈ നാട്ടിൽ തന്നിട്ടുള്ളത്? അല്ലെ, എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെ, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്താണ് ഇവർ വെക്കുന്നത്? ഇപ്പോ ഓരോ മതത്തിലും, ഇപ്പൊ ഹിന്ദു മതത്തിൽ സതി എന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതിയിലേക്ക് ചാടി മരിക്കണമെന്നൊരു നിയമം ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതില്ലാതാക്കിയ ആ മതം, ആ ബോധം ഇവന്മാർക്കില്ലാതെ പോയല്ലോ എന്നുള്ളതാണ് എന്റെ സംശയം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സതി എന്ന് പറയുന്നതിനെ നിർത്തി. മനസ്സിലായിട്ടുണ്ടോ? കാരണം സ്ത്രീകൾക്കും തുല്യം അവകാശമുണ്ട്. ഒരു സ്ത്രീ പ്രസവിച്ചാലാണ് ഒരു പുരുഷൻ ഉണ്ടാവുന്ന, ഒരു സ്ത്രീ ഉണ്ടാവുന്നത് അല്ലേ? ഒരു സ്ത്രീ തന്നെയാണ് പ്രസവിക്കേണ്ടത്. ഒരു പുരുഷന് പ്രസവിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല. ആ പ്രസവിക്കുന്ന സ്ത്രീക്ക് എല്ലാവിധ അവകാശങ്ങളും നിഷേധിക്കുകയും ആ പ്രസവിക്കുന്ന ആൺകുഞ്ഞിന് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ അവകാശങ്ങളും നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് വിശ്വാസമില്ല. ഒരു ഉമ്മയാണ് അല്ലെ ഒരു അമ്മയാണ് എന്നെ പ്രസവിച്ചതെങ്കിൽ ആ അമ്മയ്ക്കും എന്നെ പോലെ അവകാശമില്ലേ? അല്ലേ? ആ അമ്മയാണ് എൻ്റെ ഒരു സഹോദരനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അതേ അവകാശം ആ സഹോദരിക്കില്ലേ? നമ്മളെന്താ മറ്റേ ശിലായുഗത്തിലാണോ ജീവിക്കുന്നത്? നമ്മൾ ശിലായുഗത്തിലാണോ ജീവിക്കുന്നത്? ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആധുനിക കാലഘട്ടം, മനസ്സിലായില്ലേ? ഇന്ന് പലരും മതവിശ്വാസത്തെ വേണ്ടാന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം മൊത്തം. മനസ്സിലായിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ഈ മതവിശ്വാസത്തിനെ എങ്ങനെയെങ്കിലും നിലനിർത്തി പോണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ ഭ്രഷ്ടി കൽപ്പിച്ചു, അതൊക്കെ പോയി. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും മണ്ടന്മാരെ നിങ്ങളത് മനസ്സിലാക്കൂ. നിങ്ങൾ നല്ല കാര്യങ്ങൾ പറയൂ. സമാധാനവും സന്തോഷവും സാമൂഹ്യ നന്മയും സൗഹാർദ്ദവും നിലനിർത്തുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. നമ്മൾ പല ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ ജീവിക്കുന്ന രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾക്ക് സാമൂഹ്യ നന്മയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സമൂഹത്തിന് നീ വിശ്വസിക്കുന്ന മതത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ മതം നല്ലതാണെങ്കിൽ മറ്റുള്ളവർ പോലും ബഹുമാനിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് സമൂഹത്തിന്. അല്ലാതെ മറ്റുള്ളവർ ഈ മതത്തെ വെറുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് ഈ മതത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇതുപോലുള്ള ഊളകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
ഈ മതവിശ്വാസികൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ഇനി നീ വായ് തുറന്നാൽ നിന്റെ ചെവിടടിച്ച് പൊട്ടിക്കുന്നു പറയാനുള്ളൊരു മനസ്സ് ഈ മതത്തിലുള്ള വിശ്വാസികളാണ് പറയേണ്ടത്. കാരണം നമ്മളൊക്കെ ഒരു സമൂഹവാസി ജീവികളാണ്. എല്ലാ മതക്കാരും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. മനസ്സിലായി? ആരുടെയും വിശ്വാസത്തെയും വികാരത്തെയും വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? അല്ലാതെ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന പ്രത്യേക പദവി തന്നിട്ട് നിങ്ങൾ അവിടെ ഇരുത്തിയിട്ടൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളത്. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന നിയമം അനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള വാക്ക് എനിക്ക് പറയാനുള്ള ഇതുപോലുള്ള വാക്കുകൾ പറയുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടണം എന്നുള്ളതാണ്. കാരണം മതം വേറെ, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലോ ഒരാളുടെ അവകാശത്തിന് നേരിക്ക് എവനെങ്കിലും കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിലിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ ഒരു നിയമമാണ് നമ്മുടെ സർക്കാർ കൊണ്ടുവരേണ്ടത്. ആ നിയമം വന്നു കഴിഞ്ഞാൽ ഇവനന്മാരുടെ പോലുള്ളവരുടെ വായകൾ അടയുകയുള്ളൂ. ഈ മതപ്രസംഗം എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതിനാദ്യം നിർത്തണം. നാട്ടിൽ ഒരു കാശുണ്ടാക്കാനുള്ള വരുമാന മാർഗമാണ്. പെണ്ണുങ്ങളുടെ അടുത്ത് മുമ്പിൽ ഇരുന്നിട്ട് അങ്ങനെ നെഞ്ചത്തടിച്ച് പറഞ്ഞ് കയ്യിലുള്ള മാലയും വളയും മോതിരൊക്കെ ഊരി വാങ്ങുന്ന ഒരു നിലപാടിലേക്ക് ഈ മതപ്രസംഗങ്ങൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. വെറും സാമ്പത്തിക ലാഭം. ഇവർ പറയട്ടെ, റസൂല് പറഞ്ഞിട്ടുണ്ടോ മതപ്രസംഗം ബയാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹലാല പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായിട്ടുള്ള വാക്കുകളെ തെറ്റിച്ചുകൊണ്ടാണ് ഇവന്മാർ പണം പിരിക്കാൻ വേണ്ടിയിട്ട് മതപ്രസംഗ പരമ്പരകൾ നടത്തുന്നത് അല്ലേ? അപ്പോ ഇവർ ചെയ്യുന്നത് നല്ല കാര്യമോ? ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിക വിരുദ്ധമല്ലേ ഇത്? അല്ലേ? അതിനെ എതിർക്കപ്പെടേണ്ടതല്ലേ? എവനെങ്കിലും ഒരുത്തം വായി തുറന്നിട്ടുണ്ട് അതിനെതിരായിട്ട്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ആവശ്യം പണമാണ്. ഈ മതത്തെ വിറ്റിട്ട് കാശുണ്ടാക്കണം. ഈ ഇസ്ലാമിക രാജ്യങ്ങളില്ലല്ലോ ഇതുപോലുള്ള മതപ്രസംഗങ്ങൾ, വേദി കെട്ടിയിട്ടുള്ള മതപ്രസംഗങ്ങൾ ഓരോ മഹലത്തിന്റെ കീഴിൽ ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മതം വിശ്വാസം അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് അവർ പോയിട്ടില്ല. അവർക്ക് ആ വിശ്വാസത്തെ പൂർവാധികം ബഹുമാനത്തോടെ ബഹുമാനിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലതാണോ? അതിന് വിറ്റ് കാശാക്കിയല്ലേ ചെയ്യുന്ന ഇവന്മാര് അല്ലേ? അപ്പോ ഈ സമുദായത്തിലുള്ളവരാണ് ഇതേപോലുള്ള ആളുകളെ എതിർക്കേണ്ടതും അവരെ സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്തേണ്ടതും. അത് ഇനിയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങി ഇതുപോലെ പരസ്യമായി പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് ഈ മതത്തെ കൊണ്ട് എത്തിക്കുന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.